Hello dear students, welcome to 6th lecture of single entry. The 6th lecture we are going to discuss another patterns of problem relating with the single entry. Okay, the different patterns of problems are associated with the single entry transitions. We have already discussed the different patterns of the problem. In this lecture we are going to discuss another patterns of problem relating with the single entry. Okay, before going to the problem, once again just refreshing what the statement of AS method. What is statement of AS method? A statement of AS method is like a preparation of the statements, the opening capital and the closing capital. These are statements. There is a closing capital, add drawings, less opening capital, less additional capital, then adjusting all the indirect expenses, finding the net profit. This is a statement of AS. And here one of the important element is the finding of the opening capital. The opening capital finding with the help of the opening balances and adjustments not taken into consideration, and the closing capital is preparing on the base of the closing figures, and the adjustments are not taken into consideration but carry forward the fixed asset and the long-term liability. So this is one of the important elements regarding the statement of AS method. There's a preparation of opening capital and the closing capital, and there is a statements, preparation of the statements. Okay, let us discuss the problem. And there is one more additional. Before going to the problem, there is one more additional partnership firm. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേംസ് വരുമ്പോഴുള്ള ആ പ്രിപ്പറേഷൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ആ ഫോമാറ്റോട് ഇവിടെ പറയാണ്, കാരണം അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേമാണ് വരുന്നെങ്കിൽ നമുക്കറിയാം ഇവിടെ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, കറന്റ് അക്കൗണ്ടുകൾ, കറന്റ് ക്യാപിറ്റൽ, അതാണ് കൺസെപ്റ്റ്. കമ്പൈൻഡ് ക്ലോസിംഗ് ആയിട്ട് വരുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ കറന്റ്. ഇപ്പോൾ capital account അതാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, then add combined drawings, less combined opening capital, less combined additional capital. ഇവിടെ വരുമ്പോൾ കമ്പൈൻസ് കൂട്ടി എഴുതേണ്ടത് പാർട്ട്നേഴ്സ് ആണ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൂട്ടി എഴുതേണ്ടതായിട്ട് വരും. അതിനുശേഷം കിട്ടുന്നതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻസ്, അങ്ങനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയത് മുഴുവൻ കുറയ്ക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അപ്രോപ്രിയേഷൻസ്, സാലറീസ് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേഷൻസിനെ നമ്മൾ കുറയ്ക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ആഡ് ചെയ്യണം. അതിനുശേഷം കിട്ടുന്നതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഇതാണ് ഒരു പാർട്ട്ണർക്ക് കിട്ടുന്ന ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ കമ്പൈൻഡ് ക്യാപിറ്റലുകൾക്കാണ് ഇമ്പോർട്ടൻസ്. ആ കമ്പൈൻഡ് ക്യാപിറ്റൽസ് കണ്ടുപിടിച്ച് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, ട്രേഡിംഗ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, ഇൻട്രസ്റ്റ്, ദെൻ അപ്രോപ്രിയേഷൻ അഡ്ജസ്റ്റ്, അതിനുശേഷം കിട്ടുന്നതാണ് നമുക്ക് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഡിവൈഡ് ഒന്നെങ്കിൽ പ്രോഫിറ്റിന്റെ റേഷ്യോ ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ റേഷ്യോ ആയിരിക്കും, ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഫോമാറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോമാറ്റാണ്, കാരണം പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണ് വരുന്നതെങ്കിൽ ഈ ഫോമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടുകൾക്കാണ് ഇമ്പോർട്ടൻസ്. കറണ്ട് അക്കൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ കറണ്ട് അക്കൗണ്ട്സ് ക്രെഡിറ്റ് സൈഡ് ആണ്, ഷോൺ എന്ന ക്രെഡിറ്റ് സൈഡിൻ്റെ അർത്ഥം നെഗറ്റീവ് ബാലൻസ് ആണ്. കറണ്ട് അക്കൗണ്ട് ഷോൺ ദ ഡെബിറ്റ് സൈഡ് അർത്ഥം അതിൻ്റെ പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും. ദെൻ ഇമ്പോർട്ടൻസ് ഗിവൻ ടു ദ കറണ്ട് അക്കൗണ്ട് വെൻ ഇറ്റ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. എവിടെയെങ്കിലും കറണ്ട് അക്കൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോമാറ്റ് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേംസിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഫോമാറ്റാണ്. അപ്പോൾ ഈ ഫോമാറ്റ് വെച്ചിട്ട് പ്രോബ്ലം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് പ്രോബ്ലം. എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ ദ ബിസിനസ്. എക്സും വൈയും ഒരു ഈക്വൽ പാർട്ട്നേഴ്സ്, ബിസിനസ്സിലെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. And which the books are kept by the single entry. അവർ ബുക്സ് കീപ്പ് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. ദ പൊസിഷൻ ഓഫ് അഫയേഴ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അവിടെ അവർക്ക് എഴുതി കാണിച്ചിട്ടുണ്ട്. സോ ഇത് പാർട്ട്നേഴ്സിന്റെ മീൻസ് പൊസിഷനാണ്. അസറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് 27, ക്യാഷ് ഇൻ ബാങ്ക് 220, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ്, ഫർണിച്ചർ, ഇതെല്ലാം അവർക്ക് വരുന്ന ബാലൻസുകളാണ്. ഓൺ 1st ജനുവരിയിലത്തെ ബാലൻസുകളാണ് കേട്ടോ. 1st ജനുവരി, ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ആണ് 1st ജനുവരി എന്ന് പറയാം. അപ്പോൾ 1st എന്ന് പറഞ്ഞാൽ ജനുവരി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസുകളാണ്. ദെൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട് 2029. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ബാലൻസുകളാണ്. എക്സിന്റെ ക്യാപിറ്റൽ വരുന്നത് 7350 ആണ്. ദെൻ വൈയുടെയും 7350 ആണ്. അപ്പോൾ എക്സിനും വൈക്കും സെയിം ഈക്വൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എലമെന്റ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസുകളായിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കണം. ഒരു പാർട്ട്നേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസുകളായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ആണ്. ഓക്കെ, ഫോളോയിങ് വാസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് 31st December. ഇനി ഇയർ എൻഡിങ്ങിന്റെ ബാലൻസ് പറഞ്ഞത് ക്യാഷ് ഇൻ ഹാൻഡ് 40, ക്യാഷ് ഇൻ ബാങ്ക് 544, ഡെപ്റ്റേഴ്സ് 5629,
ബിൽസ് റിസീവബിൾ 684, സ്റ്റോക്ക് 3673, creditors 2147, ബിൽസ് റിസീവബിൾ 595. ഇതാണ് ക്ലോസിംഗ് ബാലൻസുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ പാർട്ട്നേഴ്സ് ഹാഡ് ദ ഡ്രോയിങ്സ് ഉണ്ട് 450 ഈച്ച്, രണ്ടുപേരും 450 രൂപ വെച്ചിട്ട് ഈച്ച്, കാരണം ഓരോരുത്തർക്ക് 450 രൂപയാണ് വിത്ഡ്രോയിൽസ് വരുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ദർ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ട് 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുന്നത്. ഇറ്റ് വാസ് അഗ്രീഡ് ഡിപ്രീസിയേറ്റ് പ്ലാന്റിന് ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, 10% ഡിപ്രീസിയേഷൻസ് പ്ലാന്റിന് വന്നിട്ടുണ്ട്, പ്ലാന്റിന് ഡിപ്രീസിയേഷൻസ് വന്നിട്ടുണ്ട്. ദെൻ ഫേർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ട് 5% ഫേർണിച്ചറിന് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്ര ഇൻഫോർമേഷൻസ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഈ ഇൻഫോർമേഷൻ ക്ലോസിംഗ് ബാലൻസുകളാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന അസറ്റുകളെല്ലാം ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യണം. വേറെ എന്തെങ്കിലും അസറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അസറ്റുകൾ മുഴുവൻ നമ്മളിവിടേക്ക് ഫോർവേഡ് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്, പക്ഷേ അസറ്റുകൾ ഈ ക്ലോസിംഗ് ബാലൻസുകളിൽ വന്നിട്ടില്ല. നോക്കി കഴിഞ്ഞാൽ കാണാം, ഈ ക്ലോസിംഗ് ബാലൻസുകളൊന്നും അസറ്റുകൾ കാണാനായിട്ട് സാധിക്കില്ല. പ്ലാന്റും ഫേർണിച്ചറും അവിടെ ഇല്ല, പ്ലാന്റ് ബാക്കി എല്ലാ എലമെന്റുകളും അവിടെ വരുന്നുണ്ട്, പ്ലാന്റ് ഫേർണിച്ചർ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ പ്ലാന്റ് ഫേർണിച്ചറും ഫോർവേഡ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ട് ലോജിക് ഉണ്ട്. കാരണം ക്യാരി ഫോർവേഡ് ഫിക്സഡ് അസറ്റ് ആൻഡ് ലോങ് ടൈം ലയബിലിറ്റി ഇഫ് ഇറ്റ് ഈസ് നെസസറി. ആവശ്യമാണെങ്കിൽ അത് രണ്ട് ഫോർവേഡ് ചെയ്യണം. ലോങ് ടൈം ലയബിലിറ്റീസ് അല്ല, ഇവിടെ രണ്ട് അസറ്റുകൾക്ക് ഇവിടെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ടില്ല, ഡിപ്രീസിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് അസറ്റ് ഫോർവേഡ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽസ് ഉണ്ട് 7340 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും 7340, 7340, ദാറ്റ് 14,680 ആണ് നമുക്ക് കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ ഹിൻറ്റും ക്ലോസിംഗ് ഫിഗേഴ്സുകൾ ഉണ്ട്, നമ്മൾ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ് 40, ക്യാഷ് അറ്റ് ബാങ്ക് 584, debtors 5,629, then bills receivable 684, stock 3,673, okay, then creditors 2,147, then bills payable 595, okay. ഇനി ശ്രദ്ധിക്കുക, രണ്ട് ബാലൻസ് പ്ലാന്റും ഫേർണിച്ചറും ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. കാരണം ഈ രണ്ട് നമുക്ക് അസറ്റുകളാണ്, അസറ്റുകൾ ഫോർവേഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഈ അസറ്റുകൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അസറ്റുകൾ നമ്മളിവിടെ ഫോർവേഡ് ചെയ്യാൻ ബാധ്യത. അപ്പോൾ ഈ രണ്ട് അസറ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു. പ്ലാന്റ് 8,018, ഫേർണിച്ചർ 5,030. ഈ രണ്ട് അസറ്റുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യണം. കാരണം ഒരു ക്ലോസ് ഉണ്ട് നമ്മൾ പഠിച്ചതിൽ, ക്യാരി ഫോർവേഡ് ഫിക്സഡ് അസറ്റ് ലോങ് ടൈം ലയബിലിറ്റി ഈസ് നെസസറി. ഇവിടെ നെസസറി ആണെന്ന് പറയാൻ കാരണം ഈ രണ്ടിന് നമുക്ക് എന്ത് വരുന്നത്, ഡിപ്രീസിയേഷൻ വരുന്നത്. ഇറ്റ് വാസ് ഡിപ്രീസിയേറ്റ് പ്ലാൻ 10%, ഫേർണിച്ചർ 5%. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ക്ലോസിംഗിൽ ഇത് വളരെ ആവശ്യമായിട്ട് വരുന്ന അസറ്റുകളാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടേക്ക് ഫോർവേഡ് ചെയ്യണം. ക്ലോസിംഗ് ക്യാപിറ്റലിൽ കണ്ടുപിടിക്കുന്നത് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ രണ്ട് ഫോർവേഡ് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് എടുക്കുകയാണ്. ബാലൻസ് എടുക്കുക കാണാൻ സാധിക്കും. ബാലൻസ് ഫിഗർ 16,146 ആണ് നമുക്ക് വരുന്ന ആ ക്ലോസിംഗ് ഫിഗർ. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി 16,146. ദാറ്റ് മീൻസ് കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി 60. കാരണം ഇത് പാർട്ട്നേഴ്സാണ്. പാർട്ട്നേഴ്സിൽ എപ്പോഴും നമ്മൾ എഴുതാം കമ്പൈൻഡ് എന്നാണ് എഴുതാം. അപ്പോൾ 16,146 ആണ് നമുക്ക് വരുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം 16,146. ഓക്കെ, ദെൻ കമ്പൈൻഡ് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ് ദ പാർട്ട്നേഴ്സ് ഹാഡ് ദ ഡ്രോയിങ്സ് അല്ലേ 450. കാരണം ഫോർമാറ്റിൽ ഡ്രോയിങ്സ് ആണ്. ദെൻ 450 ആണ് ഡ്രോയിങ്സ്. അപ്പോൾ നമുക്കറിയാം കമ്പൈൻഡ് ഡ്രോയിങ്സ് 900. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു 17,136. ദെൻ കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ 14,680. അഡീഷണൽ ക്യാപിറ്റൽസ് ഇല്ല. ക്വസ്റ്റ്യൻ അഡീഷണൽ ക്യാപിറ്റൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 17,136 മൈനസ് 14,680 ദിസ് 2,636 ആണ് നമുക്ക് വരുന്ന ട്രേഡ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഡിപ്രീസിയേഷൻസ് വരുന്നുണ്ട്. ഫേർണിച്ചർ ഡിപ്രീസിയേഷൻ ഉണ്ട് 10% ആണ് ഫേർണിച്ചർ ഡിപ്രീസിയേഷൻ വരുന്നത്. ഫേർണിച്ചറിന്റെ വാല്യൂ 530 ആണ്. 530 ഫേർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ നമുക്ക് 5% ആണ്. അപ്പോൾ 27. ഇനി പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ വരുന്ന 10%. പ്ലാന്റിന്റെ 8,018 ആണ്. 8,008 എന്ന് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് ഫിഗേഴ്സ് വരാം. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്താണ് 802 എന്ന് എഴുതുന്നു. അപ്പോൾ 802 ആണ്. അപ്പോൾ അത് രണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഫോർമാറ്റ് നോക്കി തന്നെ കാണാൻ സാധിക്കും. ഇനി ഇത് രണ്ടാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ആയി വരുന്നത്. ഇനി നമുക്ക് അപ്രോപ്രിയേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കുറയ്ക്കണം.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ പറയുന്നുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 5% ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ദർ ക്യാപിറ്റൽ 5%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനാണ് കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ 7,350 7,350 അല്ലേ. ടോട്ടൽ നമുക്കറിയാം 40,680. അപ്പോൾ നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. അപ്പോൾ 7,340 ആണ് രണ്ട് പേർക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7,340 ഇൻറ്റു 5%, 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ 367. അപ്പോൾ ഈ 367 നമ്മൾ കുറയ്ക്കണം അല്ല, കാരണം ഫോമാറ്റിൽ പറയുന്നത് കൃത്യമായിട്ട് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചു, അപ്പോൾ വരുന്ന ടോട്ടൽ മൈനസ് 1,563 ആണ്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. നെറ്റ് പ്രോഫിറ്റ് കിട്ടും, നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നു 1,073 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇനി അപ്രോപ്രിയേഷൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അപ്രോപ്രിയേഷൻസ് ഇവിടെ ഒന്നും പറയുന്നില്ല, സാലറി ടു പാർട്ട്നേഴ്സ് ഒന്നും പറയുന്നില്ല, ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞ് ലെസ് ചെയ്യുക. ദെൻ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഇനി നമുക്ക് ഈ പ്രോഫിറ്റ് ഡിവൈഡ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് 1073 ആണ്. അപ്പോൾ 1073 നമുക്ക് എപ്പോൾ അറിയാം, ഡിവൈഡ് ഇൻ ദ റേഷ്യോ ക്യാപിറ്റൽ ആണ്. ഇവിടെ ഈക്വൽ ക്യാപിറ്റൽ ആണ് പറഞ്ഞത്, നോക്കി കാണാം. ഇത് തന്നിട്ടുള്ള ഈക്വൽ ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ ഇതിലാണ് നമ്മൾ നോർമലി ഡിവൈഡ് ക്യാപിറ്റലിന്റെയോ നമുക്കറിയാം ഡിവൈഡ് ദ റേഷ്യോ ക്യാപിറ്റൽ ഓർ പ്രോഫിറ്റ്. നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുള്ളതുകൊണ്ട് ക്യാപിറ്റലാണ് ഇവിടെ തന്നിട്ടുള്ളത്, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ഫിഗർ വരുന്നുണ്ട്. അപ്പോൾ എക്സിന് ഒരു 536, വൈക്ക് 537. കാരണം 536.5 ആണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാം 1073. അപ്പോൾ നമുക്കത് 1073 ഒരാൾക്ക് 1 രൂപ കൂടുതൽ കൊടുക്കാൻ പോയിന്റുകൾ എഴുതുമ്പോൾ. അപ്പോൾ 536, 537 ആണ് നമ്മളെ സംബന്ധിച്ച് ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ട് വരണത്. ഇനി നമുക്കതിന്റെ റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ നമ്മൾ എന്തിനാണ് ബേസ് ചെയ്യുക, ക്ലോസിംഗ് ക്യാപിറ്റലിനാണ്. ക്ലോസിംഗ് ഫിഗേഴ്സിന്റെ ബേസ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് നമുക്കറിയാം 40. ഈ ഫിഗേഴ്സ് ക്യാഷ് അറ്റ് ബാങ്ക് 584. നമ്മൾ അതിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ വരുമ്പോൾ കമ്പൈൻഡ് ക്യാപിറ്റൽ വരുന്നേ ഉള്ളൂ. റിസീവബിൾസ് 684. ദെൻ സൺഡേ ഡെപ്റ്റേഴ്സ് 5,629. ദെൻ സ്റ്റോക്ക് 3,673. ദെൻ പ്ലാന്റ് നമുക്ക് ഡിപ്രീസിയേഷൻസ് വരുന്നുണ്ട്. പ്ലാന്റ് 8,018 ആണ്. ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് നമുക്ക് പ്ലാന്റിന് 802. അതുപോലെ ഫർണിച്ചറിന് 27 വന്നിട്ടുണ്ട്. രണ്ട് ഡിപ്രീസിയേഷൻസ് കുറച്ചുള്ള എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഇനി ആസറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ 2,147. ദെൻ ബിൽസ് പേയബിൾ 595. ഇനി ഇവിടെ ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് രണ്ട് ക്യാപിറ്റൽസ് വരുന്നുണ്ട്. എക്സിന്റെ ക്യാപിറ്റലുണ്ട്, വൈഡ്, അത് സെപ്പറേറ്റ് തന്നെ കാണണം. അതാണ് ശ്രദ്ധിക്കുന്നത്. എക്സിന്റെയും വൈഡിന്റെയും ക്യാപിറ്റൽ സെപ്പറേറ്റ് കാണണം. അപ്പോൾ അത് എക്സിന്റെ കാണാം. എക്സിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ് റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എക്സിന്റെ 7,340. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിന്റെ interest on capital of X is a 367. Add 367. Add net profit in X in the net profit 537. X in the 536. Less drawings നമുക്കറിയാം കമ്പൈൻഡ് ഡ്രോയിങ് 450 ആണ് രണ്ടുപേർക്ക്. ഓരോരുത്തർക്ക് 450 വെച്ചിട്ടാണ്. അപ്പം 450 രൂപയാണ്, കോമൺ ആണ് 450. അപ്പം ഇത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫിഗർ ആണ് 7793. ഇതാണ് നമ്മുടെ എക്സിന്റെ ഫൈനൽ ആയിട്ട് വരുന്ന വാല്യൂ. ക്യാപിറ്റലും പ്രോഫിറ്റും അഡ്ജസ്റ്റ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ലെസ് ഡ്രോയിങ്സ്. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് 7,793. അതുപോലെ വൈഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 7,340. ദെൻ 7,340. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൾ കണ്ടീഷൻ നമ്മൾ 367. രണ്ടുപേർക്ക് സെയിം ആണ് 367. ദെൻ ആഡ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 537 ആണ്. വൈഡ് 37. ദെൻ ഡ്രോയിങ്സ് സെയിം തന്നെയാണ് 450. അപ്പോൾ ആ വരുന്ന ബാലൻസ് 7,794. ടോട്ടൽ എടുത്ത് 18,329 ആണ് എൻ്റെ ബാലൻസ് ഷീറ്റ് വരാം. ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലം നമ്മുടെ കറക്റ്റ് ആണ്. അപ്പോൾ റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഫിഗേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ. അപ്പോൾ ഈ ഒരു ഫോമാറ്റിനാണ് ഇമ്പോർട്ടൻസ്. കമ്പൈൻഡ് ക്യാപിറ്റലും കമ്പൈൻഡ് ഡ്രോയിങ്സിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരിക. കാരണം പാർട്ട്നേഴ്സിന്റെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കമ്പൈൻഡിനെയാണ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട്
കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. Okay, this is the first problem. The first problem with the partners capital account and the opening capital and the closing capital. So find the combined capital, and after that statements, by the statements, and finally get the final statements of affairs of the X and Y. Okay, the second question. The second question, following information available from the Sachin who maintain books account on single entry system. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം സച്ചിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ ഓപ്പണിംഗ് ഫിഗേഴ്സ് പറയുന്നുണ്ട് 1st April 2016. കാരണം 1st April ആണ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, 31st March ആണ് ഇയർ ക്ലോസ് ചെയ്യുന്നത്. ക്യാഷിന്റെ ബാലൻസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോൺ, ഇത്രയും കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസും പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്യാപിറ്റൽസ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സച്ചിൻ വിഡ്രോ 5,000 ഫ്രം ബിസിനസ് എവറി മന്ത്. 5,000 രൂപ എല്ലാ മാസം വിഡ്രോ ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ഇയർ ഈ സോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ബൈ ഹിം പ്രൈവറ്റ്ലി. ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് വരുന്നുണ്ട് പ്രൈവറ്റ്ലി ഫോർ ₹35,000 ആൻഡ് ഇൻവെസ്റ്റ് എമൗണ്ട് ഇൻ ദ ബിസിനസ്. ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് വരുന്നുണ്ട്, അത് നമ്മൾ അദ്ദേഹം ചെയ്യണത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം സോൾഡ് കിട്ടുന്ന എമൗണ്ട് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോൾ അതിൻ്റെ അർത്ഥം അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. And at the end of the 2006, it was found that the year's interest on loan of Mr. Sachin has not been paid. അതാണ് അതിൻ്റെ അർത്ഥം, ലോണും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇൻട്രസ്റ്റ് ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഇയർ എൻഡിങ്ങിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തില്ല, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിപ്രീസിയേറ്റ് 10%. ഡിപ്രീസിയേഷൻ ഉണ്ട് 10% ഓൺ ഫർണിച്ചർ. ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ട് 10% ആണ്, ഫുൾ ഇയറിന് 10% ആണ്. Then shop assistant was to be given share of 5% of profit as a time before charging such share. അപ്പോൾ കമ്മീഷൻ ഉണ്ട് ഇവിടെ. ഷോപ്പ് അസിസ്റ്റന്റ് ഗിവൻ ഷെയർ, ദാറ്റ് മീൻസ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്മീഷൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ കമ്മീഷൻസ് കൊടുക്കുന്നുണ്ട് 5% ബിഫോർ ചാർജിങ് സച്ച് ഷെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, ഇവിടെ ഷോപ്പ് അസിസ്റ്റന്റിന്റെ കമ്മീഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സച്ചിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകളും ക്ലോസിംഗ് ബാലൻസുകളും ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇത് വെച്ചുകൊണ്ട് നമ്മളെടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയേഴ്സ് ആണ്. ദാറ്റ് മീൻസ് കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയേഴ്സ് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് അസർട്ടേജ് ചെയ്യാനാണ് ഇപ്പം നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ തന്നിട്ടില്ല. ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് ഫിഗേഴ്സുകളുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 20,000, ക്യാഷ്, ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് 70,000, ദെൻ സ്റ്റോക്ക് 40,000, then furniture 29,000, then sundry creditors 32,000 and loan 30,000. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഫിഗേഴ്സുകളെല്ലാം എഴുതി. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി 44,000. ഇനി ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ക്ലോസിംഗ് ഫിഗേഴ്സ് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 21,000, sundry debtors 25,000 and stock 60,000, then furniture 29,000, sundry creditors 22,000 and loan 30,000. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ഫിഗേഴ്സിൽ എഴുതി. നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം ഇവിടെ എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്യാരി ഫോർവേഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന എലമെന്റുകളൊന്നും ബാലൻസ് ഷീറ്റിലേക്ക് സ്വാധീനിക്കുന്ന എലമെന്റുകളല്ല, ഉണ്ടെങ്കിൽ മാത്രം അത് ക്ലോസിംഗ് ഫിഗറിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്ലോസിംഗ് ഫിഗേഴ്സിൽ മാത്രം തന്നെയാണ് ഇവിടെ എഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി 83,000, ഓപ്പണിംഗ് ക്യാപിറ്റൽ 44, ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് 83,000. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമലി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ദ ക്ലോസിംഗ് ക്യാപിറ്റൽ 83,000. ഇനി ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സ്. വാട്ട് ഇസ് ദ ഡ്രോയിങ്സ്? യെസ്, ഇസ് ₹5,000 ഫ്രം ഹിസ് ബിസിനസ് എവറി മന്ത്. ഡ്രോയിങ്സ് ഉണ്ട് 5,000 ഫ്രം ബിസിനസ് എവറി മന്ത്. 5,000 into 12 60,000. അപ്പോൾ 1,43,000 ആണ് ഇവിടെ വരുന്ന ടോട്ടൽ. ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി 44,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ പറയുന്നുണ്ട് 35,000 ഇസ് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. ദാറ്റ്സ് 35,000 ഇസ് അഡീഷണൽ ക്യാപിറ്റൽ. സോ നമുക്ക് 79,000 ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രേഡ് പ്രോഫിറ്റ് കിട്ടി 1,43,000 മൈനസ് 79,000 64,000 നമ്മുടെ ട്രേഡ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ
നമുക്കറിയാം അഡീഷണൽ ലെസ് ചെയ്യേണ്ട എലമെന്റ് ഡിപ്രീസിയേഷൻ 10% per annum പ്രൊവൈഡ് ദ ഫേർണിച്ചറിന് എമൗണ്ട് ക്ലോസിംഗ് ഫിഗറാണ് ബേസ് ചെയ്ത് 29,000 10% 2,900 ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മിസ്സിസ് സച്ചിൻ ഹാസ് നോട്ട് ബീൻ പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോണിന്റെ ഔട്ട്സ്റ്റാൻഡിങ്സ് കണ്ടുപിടിക്കണം. നമുക്ക് 30,000 ആണ് ലോൺ, ക്ലോസിംഗ് ആണ് ബേസ് ചെയ്യുക, ക്ലോസിംഗും ഓപ്പണിംഗ് കൂടെ സെയിം ആണ്, ക്ലോസിംഗ് ആണ് ബേസ് ചെയ്യുക. 30,000 ഇൻട്രസ്റ്റ് റേറ്റ് പറയാം 10%. അപ്പോൾ 30,000 10% ആണ് ഇൻട്രസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ലോണിന്റെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് 30,000 10% 3,000 നമ്മുടെ ലോണിന്റെ ഔട്ട്സ്റ്റാൻഡിങ്സ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഷോപ്പ് അസിസ്റ്റന്റ് വാസ് ഗിവൻ 5% ഷെയർ ഓൺ 5% ഓൺ പ്രോഫിറ്റ്, ദാറ്റ് ഇസ് എ കമ്മീഷൻ ആണ്. നമ്മൾ സാധാരണ സോൾ ട്രേഡർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ബിഫോർ ചാർജിങ് കമ്മീഷൻ, ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ. ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അവിടേക്ക് എഴുതാൻ. 5% ആണ് പ്രോഫിറ്റ് അസർട്ടൈൻ ബിഫോർ ചാർജിങ് കമ്മീഷൻ, ഇവിടുത്തെ ഷെയർ. അപ്പോൾ ഈ എമൗണ്ട്, അതായത് ഇവിടെ പ്രോഫിറ്റ് ചാർജിനേക്കാൾ മുമ്പുള്ള അദ്ദേഹത്തിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യാണ്. ദാറ്റ് മീൻസ് കമ്മീഷന്റെ കാൽക്കുലേഷൻ. അപ്പോൾ കമ്മീഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബിഫോർ ചാർജിങ് കമ്മീഷന് വരെയുള്ള നമ്മുടെ പ്രോഫിറ്റ് എടുക്കുക. 64,000 ആയിരുന്നു നമുക്ക് വരുന്നിട്ടുള്ള ട്രേഡ് പ്രോഫിറ്റ്. അത് നമുക്ക് കുറച്ചിട്ടുള്ള എമൗണ്ട് 2,900 കുറയ്ക്കാം, 3,000 ഇത് രണ്ടും കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. 5,900 ആണ് കമ്മീഷൻ ചാർജിനേക്കാൾ മുമ്പുള്ള നമ്മുടെ ലെസ് ചെയ്യേണ്ട ഫിഗേഴ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 58,100 ആണ് കമ്മീഷൻ കൊടുക്കുന്നേക്കാൾ മുമ്പുള്ള വരെയുള്ള ബാലൻസ് 58,100. ആ 58,100 കമ്മീഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ 58,100 പറയാം കമ്മീഷന്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പറഞ്ഞ 5% ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നു. ആൻഡ് ദെൻ 2,905 ആണ് കമ്മീഷൻ. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കാണ്, ഷോപ്പ് അസിസ്റ്റന്റ് വാസ് ഗിവൻ എ ഷെയർ ഓഫ് 5% ഓൺ ദ പ്രോഫിറ്റ് അസർട്ടൈൻ ബിഫോർ ചാർജിങ് സച്ച് ഷെയർസ്. അതായത് പ്രോഫിറ്റ് എടുക്കണേക്കാൾ മുമ്പ് നിങ്ങൾ കമ്മീഷൻ കൊടുത്തിരിക്കണം. നെറ്റ് പ്രോഫിറ്റ് എടുക്കണേക്കാൾ മുമ്പ് നമ്മൾ കമ്മീഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം നെറ്റ് പ്രോഫിറ്റ് വരുന്നേക്കാൾ മുമ്പുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. 64,000 ആണ് നമ്മുടെ ട്രേഡ് പ്രോഫിറ്റ്. അത് ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് 5,900, പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് 58,100. ഇതുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുത്തിരിക്കണം. എത്ര പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റിന് പറഞ്ഞിട്ട്? 5% ആണ്. 5% നമ്മൾ കമ്മീഷൻ കൊടുത്തു. അപ്പോൾ വരുന്ന എമൗണ്ട് 2,905. ഇതാണ് കമ്മീഷൻ. അതിനുശേഷം മാത്രമേ നെറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കമ്മീഷൻ കൊടുത്തു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. ഓക്കെ, ദെൻ മൈനസിന്റെ ഫിഗർ 8,805 ആണ് നമ്മൾ ലെസ് ചെയ്യേണ്ട ഫിഗേഴ്സ്. അപ്പോൾ നമ്മൾ കുറയ്ക്കുമ്പോൾ ഇനി വരുന്നതാണ് നമ്മുടെ ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് 12,300. ഇതാണ് നമ്മുടെ എക്സാക്റ്റ് വരുന്ന നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സച്ചിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷോപ്പ് അസിസ്റ്റന്റ് വാസ് ഗിവൻ എ ഷെയർ ഓഫ് 5% ഓൺ ദ പ്രോഫിറ്റ് അസർട്ടൈൻ ബിഫോർ ചാർജിങ് സച്ച് ഷെയർ. അതിന്റെ കമ്മീഷൻ്റെ ഒരു എലമെന്റ് ആണ്. ആ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോപ്പ് അസിസ്റ്റന്റ് കൊടുക്കുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബിഫോർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ മുമ്പ് കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള പ്രസന്റ് പ്രോഫിറ്റ് 58,100 ആണ്. അതുമ്പോൾ 5% കമ്മീഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ 2,905 ആണ് കമ്മീഷൻ എമൗണ്ട് വരുന്നത്. കാരണം 64,000 ഇത് 64,000 അതിൽ 2,900 3,000 കുറച്ചു, ദാറ്റ്സ് 5,900. 2,900 ദെൻ 3,000 5,900 കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് 58,100. ആ 58,100 നമ്മൾ 5% ചാർജ്. അപ്പോൾ അങ്ങനെയാണ് 2,905 വരുന്നത്. ഇനി അപ്പോൾ അതിനുശേഷം നമ്മൾ ഫൈനൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു. ടോട്ടൽ ലെസ് ചെയ്യേണ്ട എലമെന്റ് 8,805 നമ്മൾ ലെസ് ചെയ്യുന്നു. ദെൻ 12,300 ആണ് നമുക്ക് വരുന്ന നോർമലായിട്ട് വരുന്ന നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ സച്ചിൻ്റെ ട്രാൻസാക്ഷനുമായി റിലേറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. Okay, and after that, third question. As a Kapil does not keep the complete record of his business transaction. His statement appears on the 1st April 2016 as given. അദ്ദേഹം സിംഗിൾ എൻട്രി ആണ് കീപ്പ് ചെയ്യണം. ബുക്സ് കീപ്പ് ചെയ്യണം പറഞ്ഞാൽ സിംഗിൾ എൻട്രി ആണ്. അപ്പോൾ ആ സമയത്ത് വന്ന ട്രാൻസാക്ഷൻസ്, ലയബിലിറ്റി, അസറ്റ്സ്, 1st ഏപ്രിലത്തെ ലയബിലിറ്റീസ് അസറ്റ്സും കൊടുത്തിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ്സ്, ക്യാപിറ്റൽ, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് പറഞ്ഞതെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അപ്പോൾ തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഫോർ ദി ഇയർ എൻഡ് 31st മാർച്ച് ആണ് ഇയർ എൻഡിങ്. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്യുമ്പോൾ 31st മാർച്ച് 2017 ആണ് ഇയർ എൻഡിങ്. ഹിസ് ഡ്രോയിങ്സ് വർ 15,000. ഡ്രോയിങ്സ് 15,000 ആണ്.
goods worth rupees 600 has to be withdrawn for the person. Then അത് മാത്രമല്ല personal withdrawings ഉണ്ട് 600. ഇത് normal withdrawings, ഇത് personal withdrawings വരുന്നുണ്ട് 600 വരുന്നുണ്ട്. On 1st October 2016, there was a transfer of his household furniture worth rupees 2100. 2100 രൂപയ്ക്ക് ഫർണിച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അഗെയിൻ ഫർണിച്ചർ ട്രാൻസ്ഫർ 2100 ഫർണിച്ചർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ 2016. ആൻഡ് ഇൻവെസ്റ്റ് ബിസിനസ്, അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിലേക്ക്. അത് അതിൻ്റെ അർത്ഥം അത് അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ഫർണിച്ചറായിട്ട് കൊണ്ടുവരുന്നു. ദെൻ അത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ടും പറയുന്നുണ്ട്. ഓൺ 31st March 2017 അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റ് 18,600, ഔട്ട്സ്റ്റാൻഡിംഗ് 4,300, ക്യാഷ് 6,880, സൺട്രി ഡെപ്റ്റ് 36,900, സ്റ്റോക്ക് 40,320, ഫർണിച്ചർ 9,000, പ്രീപെയ്ഡ് 400. അപ്പം ഇങ്ങനെ നമുക്ക് ക്ലോസിംഗ് ആയിട്ട് വരുന്ന ബാലൻസ്, ദാറ്റ് മീൻസ് 31st March ഇസ് എ ക്ലോസിംഗ് ഇയർ, ക്ലോസിംഗിൽ വരുന്ന ബാലൻസ് പറഞ്ഞു. അപ്പം നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം തന്നിട്ടില്ല, അവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. Then depreciate furniture 10%, depreciation furniture ഉണ്ട്. Provision for bad debt ഉണ്ട്, സൺഡേ ഡെപ്റ്റിന് 5% ഇൻട്രസ്റ്റിന് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. As a time the profit and loss of the 31st March and prepare the statement of years. That means നിങ്ങൾ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇയേഴ്സും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കബിലിന്റെ ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. കബിലിന്റെ ട്രാൻസാക്ഷൻസിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു, ഈ 1st October വന്നൊരു ട്രാൻസാക്ഷൻ ആണ്. ഈ 1st October ദർ വാസ് എ 2100 രൂപയ്ക്ക് അഡീഷണൽ ഫർണിച്ചർ കൊടുന്നേക്കണം. അപ്പോൾ നമുക്കറിയാം 6900 ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫർണിച്ചർ. ദെൻ ഇയർ എൻഡിങ് അപ്പോൾ 2100 ഉണ്ട് ഫർണിച്ചർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് 6900 പ്ലസ് 2100 എന്തായിട്ട് മാറുന്നത്, 9000 ആയിട്ട് മാറണത്. ഈ ലോജിക്ക് മനസ്സിലുണ്ടായിരിക്കണം. 6900 ആയിരുന്നു നമ്മുടെ ഫർണിച്ചർ, അതിലേക്ക് ഒരു കുറച്ച് ഫർണിച്ചർ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്, 2100 ഫർണിച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 6900 2100 കൂടുന്നതാണ് 9000 ആയിട്ട് മാറണത്. ഇനി ആ 2100 തന്നെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ 6900 ഉണ്ടായിരുന്ന പഴയ ഫർണിച്ചറാണ്. ദെൻ അഡീഷണൽ ഫർണിച്ചർ വരുന്നത് ഒക്ടോബർ മാസമാണ് എന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും 50,000 ആണ്. ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് ഫിഗേഴ്സ് ആണ് 31st March വരുന്നതാണ് ക്ലോസിംഗ് ഫിഗേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാഷ് 6,580, സൺട്രി ഡെപ്റ്റേഴ്സ് 36,900, സ്റ്റോക്ക് 40,320, ഫർണിച്ചർ 9,000, പ്രീപെയ്ഡ് റെന്റ് 400, then 18,600 is a sundry creditors in 600 sundry creditors. Outstanding is a 4,300, outstanding 4,300. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ 70,300. 70,300 ആണ് നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ. നമുക്ക് കിട്ടിയിരുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ 70,300 ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് വരുന്നത്. കാരണം ക്ലോസിംഗ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട്, കാരണം ഇതാണ് 31st March വരുന്നതാണ് ക്ലോസിംഗ് ഫിഗേഴ്സ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഐഡന്റിഫൈ ചെയ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ 70,300 ആണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം 70,300. ഓക്കെ, ദെൻ ആഡ് ഡ്രോയിങ്സ് ഒരുപാട് ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒന്ന് 15,000 ഡ്രോയിങ്സ്. ദെൻ ഗുഡ്സ് വർത്ത് 600 ഡ്രോയിങ്സ്. 15,000 ഡ്രോയിങ്സ് ഉണ്ട്, 600 ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ മൊത്തം 21,000 വന്നു. മൊത്തം 15,600 വന്നു. 15,600 എന്ന് പറയുമ്പോൾ മൊത്തം ടോട്ടൽ ഇവിടെ 85,900 ആയി. ഓക്കെ, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് 50,000. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റ്സിൽ 50,000. അഡീഷണൽ ക്യാപിറ്റൽ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ലോജിക്ക്. 2,100 രൂപയുടെ ഫർണിച്ചർ കൊടുക്കുന്നു ആൻഡ് ഇൻവെസ്റ്റ്, അത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിലേക്ക്. അപ്പോൾ അവിടെ അഡീഷണൽ ക്യാപിറ്റൽ തന്നെയാണ് 2,100 ഫർണിച്ചറും പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലോസ്. On 1st October 2016, there was a transfer of his household furniture worth rupees 2,100. 2,100 രൂപയുടെ ഫർണിച്ചർ കൊടുന്നേക്കാണ് ഒക്ടോബർ മാസം. അപ്പോൾ ഫർണിച്ചർ വന്നു, അത് തന്നെ ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്. അപ്പോൾ 2,100 തന്നെയാണ് എന്ത് നമ്മുടെ അഡീഷണൽ ക്യാപിറ്റലും വരുന്നത്. അതാണ് അവിടുത്തെ ലോജിക്ക്. ശ്രദ്ധിക്കുക, 2,100 തന്നെയാണ് നമ്മുടെ അഡീഷണൽ ഫർണിച്ചർ, 2,100 തന്നെയാണ് നമ്മുടെ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നമുക്കറിയാം 2,100 തന്നെയാണ് നമ്മുടെ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ലെസ് ചെയ്യേണ്ട ഐറ്റം 52,100 ആണ്.
അപ്പോൾ 85,900 മൈനസ് 52,100. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി 33,800 ആണ് നമുക്ക് വരുന്ന പ്രോഫിറ്റ്. 33,800 ആണ് നമുക്ക് വരുന്ന പ്രോഫിറ്റ്. നമുക്ക് കുറയ്ക്കാളെല്ലാം കുറയ്ക്കാളെന്ന് ആദ്യം നമുക്ക് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ശ്രദ്ധിക്കുക. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഡിപ്രീസിയേഷൻ നമുക്ക് 6,900 നമുക്ക് മൊത്തം ചാർജ് ചെയ്യാൻ പറ്റും. കാരണം 6,900 നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൊത്തം 9,000 ആണ് ഫർണിച്ചർ. ശരിക്കും ഫൈനൽ ഫർണിച്ചർ 9,000 ആണ്. പക്ഷേ ഇതിൽ 6,900 പഴയ ഫർണിച്ചറാണ്. 6,900 നമുക്ക് മൊത്തം ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റും. എത്ര ഡിപ്രീസിയേഷൻ പറഞ്ഞത്? 10% നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ 6,900 മുഴുവൻ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ അഡീഷണൽ വന്നാൽ 2 വരുന്നത് ഒക്ടോബർ മാസമാണ്. ശ്രദ്ധിക്കുക, 6,900 നമുക്ക് ഒരു വർഷത്തേക്ക് മൊത്തമായിട്ട് എടുക്കുന്ന ഫർണിച്ചർ ആയിരുന്നു. പിന്നെ പുതിയ ഫർണിച്ചർ വന്നിട്ടുള്ളത് ഒക്ടോബർ മാസമായിരുന്നു. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അത് 6 മാസത്തേക്ക് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 6,900 നമുക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റും. 690 നമുക്ക് കറക്റ്റ് കിട്ടും. കാരണം 6,900 നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഫർണിച്ചർ ആയിരുന്നു. അതിന് മൊത്തം ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റും. 6,900 10%. അപ്പോൾ 6,900 10% കൊടുത്തു 690. ദെൻ ഇനി വരുന്ന 9,000 ആണ് മൊത്തം ഫർണിച്ചർ എങ്കിൽ 2,100 പിന്നീട് വന്നിട്ടുള്ളത്. ഈ 2,100 വന്നിട്ടുള്ളത് ഒക്ടോബർ മാസമാണ്. അപ്പോൾ അവിടെ 6 മാസമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒക്ടോബർ മാസമാണ് അഡീഷണൽ ഫർണിച്ചർ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഒക്ടോബർ മാസമാണ് അഡീഷണൽ ഫർണിച്ചർ വന്നിട്ടുള്ളൂ. അപ്പോൾ 2,100 നമുക്ക് 10% മൊത്തമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം 6 മാസമേ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 2,100ന്റെ ഡിപ്രീസിയേഷൻ 10% ഇൻറ്റു 6/12 105 രൂപ അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഡിപ്രീസിയേഷൻ ശരിക്കും നമ്മൾ കൊടുക്കുക എങ്ങനെ? മൊത്തം ഫർണിച്ചറിനെയാണ് കൊടുക്കുക. അപ്പോൾ 9,000 നമ്മൾ സാധാരണ 10% കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ 6,900 പണ്ടുണ്ടായിരുന്ന ഫർണിച്ചറും പ്ലസ് 2,100 വന്നിട്ടുള്ള ഫർണിച്ചറുമാണ്. ഈ 2,100 ഫർണിച്ചർ വന്നത് ഒക്ടോബർ മാസമാണ്. അപ്പോൾ ആ 2,100 മൊത്തം കൊടുക്കാൻ പറ്റില്ല. 6 മാസത്തേക്കാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് 105 രൂപ വന്നിട്ടുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും അനദർ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമുക്കറിയാം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറഞ്ഞിട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 5% ആണ്. സൺട്രി ഡെപ്റ്റേഴ്സിന് 36,900 5%. സൺട്രി ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ഫിഗർ 36,900 ആണ്. ഇതൊക്കെ ക്ലോസിംഗ് ഫിഗറിമേ ഒക്കെയും കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ ഫർണിച്ചർ മാത്രം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചായി, ബാക്കി എല്ലാം ക്ലോസിംഗ് ഫിഗറിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 36,900 ഇൻറ്റു 5%. കാരണം 5% ആണ് നമ്മുടെ പ്രൊവിഷൻ. ഇനി അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം 50,000 ആണ്. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞിട്ട് പാർട്ട്നേഴ്സിന്റെ സമയത്ത് പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ബേസ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 ആണ്. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ബേസ് കൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്, അല്ലെ 5% ആണ് 2,500. അപ്പോൾ ഇത്രയും എലമെന്റ് നമുക്ക് ലെസ് ചെയ്യേണ്ട എലമെന്റ്സുകളാണ്. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ 6,900 മൊത്തവും 2,100 6 മാസത്തേക്കും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് നമുക്ക് വന്നിട്ടുണ്ട്. then ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇതെല്ലാം നമ്മളിവിടെ കാണിക്കുന്നു. ദെൻ ടോട്ടൽ ലെസ്സിൻ്റെ എമൗണ്ട് ആണ് 5140. ഇതാണ് നമുക്ക് ടോട്ടൽ ലെസ്സിൻ്റെ എമൗണ്ട്. അപ്പോൾ 33,800 മൈനസ് 5140 28,660 ആണ് നമുക്ക് വരുന്ന നെറ്റ് പ്രോഫിറ്റ്. 28,660 ആണ് നമുക്ക് വരുന്ന നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഇതിനെയാണ് ബേസ് ചെയ്യുക. ഓക്കെ, ക്യാഷ് നമുക്കറിയാം 6,580. ദെൻ നെക്സ്റ്റ് വൺ സൺഡേ ഡെപ്റ്റേഴ്സുമ്പോൾ 36,900 ആയിരുന്നു. അതും നമ്മൾ പ്രൊവിഷൻ കൊടുത്തു. എത്ര? 1845 കൊടുത്തു. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് 1845 35,055 ആണ് അത് വരുന്ന സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോക്ക് 40,320. അത് മാറ്റേണ്ട 40,320. ഇനി ഫേർണിച്ചർ നമുക്കറിയാം 9,000 ആണ്. 9,000 ആണ് നമുക്ക് വരുന്ന ഫേർണിച്ചർ. ആ ഫേർണിച്ചറിന് നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ 690 105 ആണ്. അപ്പോൾ 795 ആണ്. കാരണം 2 ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 690 105. ദാറ്റ് മീൻസ് 795. അപ്പോൾ ലെസ് ചെയ്തു. അപ്പോൾ 8,205 ആണ് ഫേർണിച്ചറിൻ്റെ വാല്യൂ. ഇനി ഇവിടെ വരുന്നത്
പ്രീപെയ്ഡ് റെൻ്റ് ആണ്. പ്രീപെയ്ഡ് റെൻറ്റ് 400, അതിൽ മാറ്റില്ല. പ്രീപെയ്ഡ് റെൻറ്റ് 400. അപ്പോൾ ഇതാണ് നമ്മൾ അസറ്റ് സൈഡിൽ വരുന്നത്. റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അസറ്റ് സൈഡിൽ വരുന്ന എമൗണ്ടാണ്. ക്യാഷ്, സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് കുറയ്ക്കുന്നു, സ്റ്റോക്ക്, ഫർണിച്ചർ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു, പ്രീപെയ്ഡ് റെൻറ്റ്. ഇനി ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 18,600, ദെൻ 4,300 ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 4,300. ഇനി ക്യാപിറ്റൽ ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം 50,000. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇസ് 50,000. ദെൻ ആഡ് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് 2,100. ദെൻ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നിട്ടുണ്ട് എത്രയാണ്? 2,500. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500. ദെൻ ആഡ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 28,660 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. 28,660 ഈസ് യുവർ ദ നെറ്റ് പ്രോഫിറ്റ്. ദെൻ ലെസ് ഡ്രോയിങ്സ് നമുക്ക് എത്ര വന്നിട്ടുള്ളത്? ഡ്രോയിങ്സ് ഈസ് ദ 15,600 ഈസ് യുവർ ദ ഡ്രോയിങ്. 15,600 ഈസ് യുവർ ദ ഡ്രോയിങ്സ്. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ഫൈനൽ ബാലൻസ് ആണ് 67,660. അപ്പോൾ 67,660 ആണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ബാലൻസ്. ടോട്ടൽ എടുത്തതിന് കറക്റ്റ് ആയിരിക്കും 90,560. 90,560 ആണ് നമുക്ക് വരുന്ന ഫൈനലായിട്ട് വരുന്ന റിവൈസ്ഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2017. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഈ ഫർണിച്ചറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. 1st October there is a transfer his household furniture worth rupees 2,100. 2,100 ഫർണിച്ചർ വരികയും അത് തന്നെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 2,100 രൂപയുടെ ഫർണിച്ചർ വരുന്നത് ഒക്ടോബർ മാസമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6 മാസത്തേക്ക് ലഭിക്കുന്നുള്ളൂ. ദെൻ ഈ അഡീഷണൽ ക്യാപിറ്റലായിട്ടും 2,100 നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ നോർമൽ ലോജിക്കാണ് ഈ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഐഡന്റിഫൈ ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് വെച്ചുകൊണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ദെൻ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫേസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം നമ്മൾ റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫേസ് പ്രിപ്പയർ ചെയ്യണം. റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ക്ലോസിംഗ് ബാലൻസുകൾ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ആ ക്ലോസിംഗ് ബാലൻസുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അത് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫിഗേഴ്സ് എല്ലാം കുറച്ച് നമ്മൾ എഴുതണം. റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സിലാണ് നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റ് ആണത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഈക്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ചെയ്യുന്നു അതേ കാര്യങ്ങൾ മുഴുവൻ നമ്മളിവിടെ ചെയ്ത് അതിന്റെ ബാലൻസ് എടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഒക്കെ എഴുതും. ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ബേസ് നമ്മൾ ചെയ്ത് നമ്മൾ അതിന്റെ ഫൈനൽ ആയിട്ട് വരുന്ന വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് വി ഡിസ്കസ് what is a statement of affairs. What is a statement of affairs? A statement of affairs and methods for the statement of affairs. Statement of affairs ചെയ്യുമ്പോൾ normally this is a statement and this is a calculation for the opening capital. This is a closing capital. The very important elements of partnership firms ആണ് ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. പാർട്ട്ണർഷിപ്പിൽ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, കമ്പൈൻഡ് ഡ്രോയിങ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കൊണ്ടുവരാം. ദെൻ ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് പ്രോബ്ലം മീൻസ് പാർട്ട്നേഴ്സുമായി റിലേറ്റഡ് ആയിരുന്നു. പാർട്ട്നേഴ്സിലാണ് അത് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റ്സ് കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റലും കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിന് റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതിന് ശേഷം വരുന്നൊരു എലമെന്റ് ആയിരുന്നു നമുക്ക് രണ്ടാമത് കമ്മീഷൻ വരുന്നൊരു പ്രോബ്ലം. അപ്പോൾ കമ്മീഷൻ്റെ ചാർജ് ചെയ്യുന്ന എലമെന്റ് വളരെയധികം ശ്രദ്ധിക്കുക. തേർഡ് വൺ നമുക്ക് ഹൗസ് ഹോൾഡ് എക്സ്പെൻസിൽ ഫർണിച്ചർ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്നു. അത് തന്നെ അഡീഷണൽ ക്യാപിറ്റലായിട്ട് മാറുന്ന സിറ്റുവേഷനാണ്. ആ പ്രോബ്ലം ഇവിടെ സ്പെസിഫൈ ചെയ്തു. അതിൻ്റെ ഫൈനൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫേസ് പ്രിപ്പയർ ചെയ്തു. Okay, this is a very important element. These are different patterns of problem relating with your other single entry transaction. So, order problem അതിൻ്റെ qualities and you must care for the preparation of this problem. Okay, these are the important problems relating with your the single entry transitions. Okay, anyway, thank you so much and thank you for watching me.